ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മുമ്പ് വചനമായിട്ട് കടന്നു വരുവാൻ ദൈവം തന്ന കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള വാക്യം. യേശു 5000 ജനങ്ങളെ പോഷിപ്പിച്ച ഒരു അത്ഭുതമാണ് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 41 to 42. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായമാവാൻ വേദനാഥനീ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനീ നിന്റെ ജ്ഞാനം നൽകുകേ. നല്ല ദൈവനീ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വസ്ഥനായ പിതാവേ, കർത്താവെ, ഞങ്ങൾക്ക് ഒരു പകൽക്കാലം കൂടെ ആയുസ് ആരോഗ്യം നൽകി കർത്താവെ. ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഒരു സന്ധ്യയിൽ കർത്താവെ പ്രയർ ഗ്രൂപ്പായിട്ട് കൂടി വരുവാൻ അങ്ങ് കൃപ തന്ന് ഓർത്ത് സ്തോത്രം കർത്താവെ. ഇന്ന് ഞങ്ങൾ അല്പസമയം വചനം ധ്യാനിക്കാൻ ഒരുങ്ങുന്നല്ലോ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. സംസാരിക്കുന്ന അടിയന്റെ നാവിനെ ബലപ്പെടുത്തണമേ കർത്താവെ. യേശുവെ, ഞാൻ പറഞ്ഞാൽ കർത്താവെ അത് വചനമാവില്ലല്ലോ, അങ്ങ് എന്നിലൂടെ സംസാരിക്കണമേ കർത്താവെ. ഈ കൂടി വന്ന ഓരോരുത്തർക്കും അതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. ആരെങ്കിലും മനസ്സിൽ പ്രയാസത്തോടെ ഇത് വചനം കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടെ കടന്നു പോകുവാൻ അങ്ങ് കൃപ തരണമേ കർത്താവെ. പ്രാർത്ഥന എല്ലാം കേട്ടനായ സ്തോത്രം. ആദ്യോടൊന്നും കൂടിയിരിക്കണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണിത്. കർത്താവിന്റെ അത്ഭുതങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അത്ഭുതമായിരുന്നു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. ഞാൻ ഈ വചനം എടുത്തപ്പോ എനിക്ക് മനസ്സിൽ വന്ന, ഞാൻ സ്പീച്ച് തെറപ്പി എന്നൊരു ഫീൽഡിലേക്ക് എടുത്തപ്പോ ആദ്യം എന്റെ മനസ്സിൽ ദൈവമേ, എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഞാൻ ഇപ്പൊ ഇനി എന്റെ ലൈഫ് ലോങ് ഈ ഒരു ഫീൽഡിലായിരിക്കും ജോലി ചെയ്യുന്നത്. ദൈവമേ, എനിക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവരെ സേവിക്കാൻ ഇതൊരു മുഖാന്തരമാകുമോ? എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫീൽഡിൽ ഇരുന്നത് കൊണ്ട്? അപ്പൊ എനിക്ക് കുഞ്ഞിലേ തൊട്ട് എന്നെ പറഞ്ഞു പഠിപ്പിച്ച വാക്യാണ്, ജീസസ് കെയിം നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. സേവിപ്പാനാണ് ദൈവം വന്നത്, മറ്റുള്ളവരെ കൊണ്ട് സേവിപ്പിക്കാനല്ല. അപ്പൊ മനസ്സിൽ ഞാൻ ദൈവമേ, എനിക്കും അങ്ങനെ ഒരു അവസരം ഒരുക്കി തരണമേ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോ അനേകർക്ക് സൗഖ്യം വരുന്ന കാണാൻ ദൈവം മുഖാന്തരമാക്കി. അനേകരുടെ കണ്ണുനീര് ഒപ്പുവാനും അനേകരുടെ കണ്ണീര് മാറ്റി സന്തോഷമാവുന്നത് കാണുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. അനേക പേരൻസ് വന്ന് പറയുന്നത്, എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പറ്റി, അവൻ സംസാരിക്കുന്നില്ലായിരുന്നു, ഇപ്പൊ അവൻ സ്കൂളിൽ ചേർന്നു, സന്തോഷം. അവിടെ ദൈവകൃപ, അവരുടെ വായിന്ന് ദൈവമഹത്വം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അറബികൾ പറയുന്നത് പറയും, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, മൈ ചൈൽഡ് സ്പീക്കിംഗ്, താങ്ക് യു. ആ ദൈവത്തിന് മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. നമുക്കറിയാം, ഈ ഒരു അനുഭവം അവിടെ സംഭവിക്കും. ഈ ഒരു സംഭവം നടന്ന സമയത്ത് അനേകർക്ക് അനുഗ്രഹമായ ഒരു അനുഭവം നമ്മൾ കാണുന്നത്. നമ്മുടെ ആയുസിന്റെ ഓരോ നിമിഷവും, നമ്മൾ ജനിച്ചു വീണ് മുമ്പ് നമ്മൾ ഓരോരുത്തരെയും പേര് ചൊല്ലി, സ്നേഹ എന്ന പേര് ചൊല്ലി എന്റെ അപ്പനും അമ്മേനെ വിളിക്കുന്നതിന് മുമ്പ് വിളിച്ച തമ്പുരാനാണ്. ആ തമ്പുരാൻ അന്ന് മുതൽ നൽകിയ ഓരോ കാര്യവും നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ വായിച്ച ഒരു സെന്റൻസ് ഒരാളുടെ സ്റ്റേറ്റസിൽ വായിച്ചതാ. ദ റയറസ്റ്റ് തിങ് ഓൺ എർത്ത് ഇസ് ടു ബി അലൈവ്. ദ റയറസ്റ്റ്, ദ മോസ്റ്റ് മിറക്കിൾ തിങ് ഓൺ എർത്ത് ഇസ് ടു ബി അലൈവ്. നമ്മൾ ജീവനോട് ശ്വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ ലോകത്ത്. അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച ദൈവം നമുക്ക് ഇത്രയും അനുഗ്രഹം തരുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ സാധിക്കുന്നുണ്ട്. ഹൗ ക്യാൻ വി ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു അതേഴ്സ്? അതിനെ പറ്റിയാണ് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഒരുക്കമുള്ളവരായിരിക്കണം. വി ഷുഡ് ബി ഏബിൾ ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. നമുക്കറിയാം, ഈ ഒരു അനുഭവം നടക്കുമ്പോൾ കർത്താവ് വചനം പ്രഘോഷിപ്പിക്കുകയായിരുന്നു, ഉപദേശിക്കുകയും കർത്താവ് ഉദാഹരണങ്ങൾ പറഞ്ഞ്, പാരബിൾസ് പറഞ്ഞ് ജീസസ് വാസ് ടീച്ചിങ് ദ ക്രൗഡ്. അപ്പൊ ഒരുപാട് രാത്രി 5000 ജനങ്ങളുണ്ടായിരുന്നു. അവിടെ കുടുംബങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പൊ ഇത്രയും 5000 പേര് അവിടെ ഇരിക്കുമ്പോൾ സന്ധ്യയായി തുടങ്ങി.
ദിവസത്തിന്റെ അറ്റത്തേക്ക് വന്നപ്പോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന നമ്മളവിടെ കാണുന്നത്, ഇത്രയും വൈകിയല്ലോ. ശിഷ്യന്മാർ കർത്താവിനോട് എന്ന് പറയും, "ഏഹ് ദൈവമേ, അവരെ വിട്ടേര് കർത്താവെ, അവര് പോയി എവിടുന്നെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കട്ടെ, ഗ്രാമങ്ങളിൽ പോയി കഴിക്കട്ടെ, ഇത്രയും വൈകിയില്ലേ." അതായത് കർത്താവ് അവരോട് പറയുന്ന ഒറ്റ വാചകം നമ്മളോട് കാണുന്നത്, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുക്കരുതോ, ഇത്രയും വൈകിയില്ലേ. ഇപ്പൊ ഞാൻ എന്തിനാ, എനിക്ക് അത്ഭുതമായി തോന്നി, നമുക്ക് എല്ലാവർക്കും തോന്നിയ കാര്യമാണ്, 5000 പേരുണ്ട്, ഒന്നോ രണ്ടോ പേരല്ല. ഇപ്പൊ നമ്മുടെ പള്ളിയില് ഇത് നമ്മുടെ ന്യൂ ഇയർ കുർബാനയ്ക്ക് വന്നവർക്കറിയാം ആ ക്രൗഡ് എന്തുവാ, നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചക്കൊക്കെ അതിലും കൂടുതൽ, മേ ബി അതിലും രണ്ടരട്ടി ക്രൗഡ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്നേരം തോന്നി, നമ്മളൊരു ഹോട്ടലിൽ വിളിച്ച്, ഇപ്പൊ നമ്മളൊരു കൺവെൻഷൻ നമ്മുടെ പള്ളിയിൽ നടത്തിയിട്ട് പെട്ടെന്ന് നമ്മൾ വൈകിട്ട് കാലിക്കറ്റ് ഗ്രില്ല് വല്ലതും വിളിച്ച് ഒരു 5000 പേരുടെ കൺവെൻഷനാ, പെട്ടെന്ന് നിങ്ങൾ ഒരു അരമണിക്കൂറിൽ കുറച്ച് ചപ്പാത്തിയും കറിയും കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ അവരെന്നെ പറയും, ഇല്ല സാറേ, ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാം, ഒത്തിരി വൈകിപ്പോയി പറഞ്ഞെന്നെ അവരെ പറഞ്ഞു. അപ്പൊ ഇവിടെ ആ ശിഷ്യന്മാരുടെ വിശ്വാസം, അവർ ഒരുങ്ങി, കർത്താവ് പറഞ്ഞു നമ്മൾ കാണുന്നത്, ആ ശിഷ്യന്മാർ അതിനായിട്ട് ഒരുങ്ങിയതാണ് നമ്മളോട് കാണുന്നത്. അവരൊരിക്കലും കർത്താവിനെ ചോദ്യം ചെയ്തില്ല. "അയ്യോ എന്റെ കർത്താവേ, 5000 പേർക്കുള്ള ഭക്ഷണമോ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്?" ശിഷ്യന്മാർ ചോദ്യം ചെയ്യാതെ അവർ അന്വേഷിച്ചു. അവര് കർത്താവിനോടുള്ള അന്ധമായ വിശ്വാസം, അവർ ബ്ലൈൻഡ് ബിലീഫാണ്. അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. അവർക്കറിയാം, ഞങ്ങളുടെ ഉടയ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ഞങ്ങളുടെ കർത്താവ് എവിടെയോ നോക്കി വെച്ചിട്ടുണ്ട്. അല്ലെ ചുമ്മാ ഞങ്ങളുടെ തമ്പുരാൻ പറയത്തില്ല. അവർ അന്വേഷിച്ചു. ദേ സെർച്ച്ഡ് ഫോർ ഇറ്റ്. അവർ അവരുടെ യജമാനനെ അനുസരിച്ചു. ദൈവം പറഞ്ഞു. ബ്ലൈൻഡായിട്ട് അവരിപ്പോ അന്വേഷിക്കുകയും അവര് കണ്ടുപിടിച്ചാണ് 5 അപ്പവും ആ 2 മീനും. അത്രയും ക്രൗഡിനിടയ്ക്ക് പോയി. അതും 5000 പേരാ. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ അത്രയും ആളുകൾ വരുമ്പോ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ തപ്പി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു അരമണിക്കൂർ എടുക്കും, എവിടെ അവരിയ്ക്കുന്നെ. പക്ഷെ ഇവിടെ 5000 പേരിനിടയ്ക്ക് അവര് തപ്പി നടക്ക, എവിടെയെങ്കിലും ഇച്ചിരി ഭക്ഷണം കിട്ടുവോ ഇവർക്ക് കൊടുക്കാൻ. ആരും 5000 പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കാണില്ല. എങ്കിലും അവരുടെ വിശ്വാസം, ദ ഫെയ്ത്ത് ദ ഡിസൈപ്പിൾസ് ഹാഡ്, അവരുടെ വിശ്വസ്തത, ഈ 2 കാര്യങ്ങളാണ് അവരെ ഒരുക്കമുള്ളവരാക്കിയത്. കർത്താവിൽ അവർ വിശ്വസിച്ചു. അവർ കർത്താവിൽ വിശ്വസ്തരായിരുന്നു. അവരെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവരെ കർത്താവ് പറഞ്ഞു അനുസരിക്കണം. നമുക്ക് എന്ത് പ്രവർത്തിക്കാൻ സാധിക്കും? ദേ പ്രിപ്പയർഡ് ദംസെൽഫ്. ഈ ഒരുക്കമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നീ ഒരു അനുഗ്രഹമാകുവാൻ, സ്നേഹം ഒരു അനുഗ്രഹമാവാൻ ഒരുക്കമുള്ളതാണ്. ആർ യു പ്രിപ്പയർഡ്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഓരോ മിറക്കിൾ ചെയ്യുമ്പോഴും, അന്ധനായ പള്ളിയിൽ ഇരുന്ന ആളെ സൗഖ്യം കൊടുത്തു. അപ്പൊ ദൈവം ചോദിച്ചു, നിനക്ക് സൗഖ്യം വേണോ? വാട്ട് ഡു യു വാണ്ട്? ദൈവം ഓരോ പ്രാവശ്യം നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഒരുക്കമുള്ളവനാണോ സൗഖ്യം കിട്ടാൻ? നീ ഒരുക്കമുള്ളവളാണോ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്പെടുവാൻ? എന്നുള്ള ചോദ്യമാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെയാണ് ഒരുക്കം, പ്രിപ്പയർ ഫോർ ഇറ്റ്. രണ്ടാമത്, പ്ലേസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗോഡ്. കർത്താവിലേക്ക് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കാൻ ദൈവകരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അനേകർക്ക് നാം അത്ഭുതമാവുന്ന കാണിക്കാൻ സാധിക്കും. ആദ്യമായി നമ്മൾ ഇവിടെ കാണുന്നത് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നു, ആ ബാലൻ, ആ കൊച്ചു ബാലൻ അവന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും ശിഷ്യന്മാർക്ക് കൊടുത്തു. അത്രയും ആ 5000 പേര് തപ്പി നടന്നിട്ട് ആ ശിഷ്യന്മാർ കിട്ടിയ ഒരു കുഞ്ഞു ബാലന മനസ്സൊരുക്കത്തോടെ പറഞ്ഞു, ഈ 5 അപ്പവും ഈ 2 മീനും നിങ്ങൾ എടുത്തോ, കൊടുത്തു. 5 അപ്പവും 2 മീനും നമുക്കറിയാം ഒന്നുമില്ല 5000 പേർക്ക്. എന്നും ആ കുഞ്ഞിന്റെ മനസ്സ്, ആ കുഞ്ഞിന്റെ വീട്ടിൽ, ഞാൻ ഇത് ഈ ചിന്തിക്കുമ്പോ ഒരു കഥ പോലെ മനസ്സിൽ ചിന്തിക്കും. ചിലപ്പോ ആ കുഞ്ഞിന്റെ മമ്മി, ഞങ്ങളുടെ അമ്മ, നമ്മുടെ മമ്മിയൊക്കെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ ടിഫിൻ ബോക്സ് കെട്ടിത്തരുന്ന പോലെ കൊടുത്തതായിരിക്കും. മോനെ പ്രസംഗം കേൾക്കാൻ പോകുന്നതല്ലേ, കൺവെൻഷന് പോകുന്നതല്ലേ, മോൻ കൈ വെച്ചോ, ഇത് ഇടയ്ക്ക് വിശക്കുമ്പോ കഴിക്കണേന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടായിരിക്കും. എന്നാലും ആ മനസ്സ്, ആ ബാലൻ അതെടുത്ത് ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. ഇറ്റ് ഈസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ആ സ്ത്രീ പള്ളിയിൽ ഇട്ട പോലെ 2 നാണയത്തിന് അത്രേ ഉള്ളൂ. ഇത് 5000 പേർക്ക് ഇറ്റ് ഇസ് നത്തിങ്. പക്ഷെ ആ കുഞ്ഞിന്റെ വിശ്വാസം, കുഞ്ഞ് അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോ അത് 5000 പേർക്ക് അനുഗ്രഹമായി മാറി. ആ കൂടിയവർക്കെല്ലാം വലിയ അനുഗ്രഹമായി മാറി. എവറി സ്മോൾ ഡ്രോപ്പ്, എവറി സ്മോൾ ആക്ഷൻ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇടുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി നമ്മളവിടെ കാണുന്നത്. എന്നാൽ നമ്മളിവിടെ കാണുന്ന ആ അപ്പം അവിടെ കർത്താവിന്റെ കരങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇറ്റ് അണ്ടർവെന്റ് എ ലോട്ട് ഓഫ് പ്രോസസ്. അത് കുഴച്ച്, അത് മാവാക്കി, അത് ബേക്ക് ചെയ്തു, ഒരുപാട് കടമകൾ കടന്നാണ് ആ അപ്പം ഒരു അപ്പത്തിന്റെ രൂപത്തിലായി കർത്താവിന്റെ കരങ്ങളിൽ വന്നത്. ഈ അപ്പം പോലും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കി കർത്താവിന്റെ കരങ്ങളിൽ വന്നപ്പോ. ആ അപ്പം എടുത്തു വന്ന ഒരു കൊട്ട, നമുക്കറിയാം, ആ ബാസ്ക്കറ്റ് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ബൈബിളിൽ പലയിടത്തും നമ്മൾ ബാസ്ക്കറ്റ് വായിച്ചിരുന്നു. എനിക്ക് ഈ ബാസ്ക്കറ്റ് വളരെ സ്പെഷ്യൽ ആയിരുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അപ്പവും ഈ മീനും മാറിയപ്പോ ഈ ബാസ്ക്കറ്റ് എടുത്താണ് യേശു തമ്പുരാൻ വാഴ്ത്തിയത്. ദൈവാനുഗ്രഹത്തിന് വലിയൊരു മുഖാന്തരമായി മാറി ഈ ഒരു ബാസ്ക്കറ്റ്.
നമുക്കറിയാം ഇതൊക്കെ നിസ്സാര കാര്യങ്ങൾ. ഒരു അപ്പം, ഒരു മീന്, ഒരു ബാസ്ക്കറ്റ്, ഇതൊക്കെ ഒരു നിസ്സാര കാര്യം. പക്ഷെ ഈ ചെറിയ കാര്യങ്ങൾ പോലും തമ്പുരാന്റെ നാമമഹത്വത്തിനായി മാറിയെന്ന് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമത് ആ മീൻ. നമ്മള് ഉള്ളിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മീനും ഈ ഒരു വലിയ മഹത്വത്തിന് വേണ്ടി സാക്രിഫൈസ് ആയിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ 2 മീൻ അതെടുത്ത് അത് ഒരാൾ ഉണ്ടാക്കി അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തി. സോ 2 ഫിഷസ് സാക്രിഫൈസ്ഡ് ഈ ഒരു വലിയ മിറക്കിൾ അവിടെ നടക്കാൻ വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ലാസ്റ്റിൽ നമ്മൾ കാണുന്ന ആ പുല്ല്, ദ ഗ്രാസ്. ആ ജനങ്ങൾ അത്രയും പേര് അവിടെ ഇരുന്നത് ആ പുല്ലേലാണ്. അവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം കേട്ടു. ദൈവനാമം ഒരു വലിയൊരു അത്ഭുതം നടക്കുന്നവർ കണ്ടു തമ്പുരാന്റെ. അവിടെ ഇരുന്ന് അവര് അപ്പവും ആ മീനും ഭക്ഷിച്ചു. സോ ആ പുല്ല് അവർക്ക് ഇരിക്കാൻ ഒരു കംഫർട്ടായി മാറി അവിടെ. നമുക്കറിയാം പാറപ്പുറത്ത് ഇരിക്കുന്ന അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. എന്നാൽ അത്രയും മണിക്കൂർ അവിടെ ഇരുന്ന് കർത്താവിന്റെ പ്രസംഗം മുഴുവൻ അവർ കേട്ടു. ഭക്ഷണം കഴിച്ചതെല്ലാം ആ പുല്ലിൽ. ആ പുല്ല് പോലും നിസ്സാരമായിട്ട് ഇന്ന് വന്ന് നാളെ വാടിപ്പോകുന്ന പുല്ല. സങ്കീർത്തനത്തിൽ പോലും നമ്മൾ വായിക്കുന്നു. ആ പുല്ലിന് പോലും ഗോഡ് കെപ്റ്റ് എ റൂൾ. ഒരു പുല്ലിനും ഒരു ബ്രെഡിനും ഒരു നിസ്സാര കൊട്ടയ്ക്കും തമ്പുരാൻ ഇത്രയും വലിയൊരു ഒരുക്കം, ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഗോഡ് ക്യാൻ യൂസ് യു ഫോർ വണ്ടേഴ്സ്. നമ്മൾ അതാ ഇവിടെ കാണുന്നത്. ഒരു നിസ്സാര പുല്ലിന്റെയും അപ്പത്തിന്റെയും സ്ഥാനം ഇതായിരുന്നെങ്കിൽ ദൈവനാമ മഹത്വത്തിൽ നാം ഓരോരുത്തരും മനുഷ്യനായി ദൈവം ജനിപ്പിച്ച് നാം ഓരോരുത്തരും തമ്പുരാനിലേക്ക് പരിമേപ്പിച്ച എത്ര കോടി ജനങ്ങളെ നമുക്ക് സ്പർശിക്കാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും മതി ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ. മൂന്നാമതായി ആദ്യം നാം പറഞ്ഞത് ദൈവത്തെ ഒരുക്കമായിരിക്കണം. രണ്ടാമതായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നാം തയ്യാറായിരിക്കണം. മൂന്നാമതായി ക്ഷമയുള്ളവരായിരിക്കും. ദ പേഷ്യൻസ്. ക്ഷമയോടെ ദൈവ മഹത്വത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്ക് വേണം. അവിടെ ഒന്ന് നമ്മൾ കാണുന്നതാണ് ദ ക്രൗഡ്. അത്രയും ജനങ്ങൾ ആ കൺവെൻഷൻ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രസംഗം തീരുന്നത് വരെ അവരവിടെ കാത്തിരുന്നു. ചില ജനങ്ങൾ നേരത്തെ 5000 കൂടുതൽ ആളുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം. ചിലവർ ഇതിന് നേരത്തെ പോയവരുണ്ട്. അന്ന് വരണമെന്ന് കരുതി വരാൻ സാധിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പോയവര് കാണും. ചിലപ്പോൾ ചില വ്യക്തിപരമായ കാരണം കൊണ്ട് വരാൻ കഴിയാത്തവർ കാണും. എങ്കിൽ അവർക്കൊന്നും ഈ ഒരു അത്ഭുതം സാക്ഷ്യം വഹിക്കാൻ സാധിച്ചില്ല. എങ്കിൽ കൺവെൻഷന്റെ അവസാനം വരെ കാത്തിരുന്ന അത്രയും ജനങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ അത്ഭുതം കാണാൻ സാധിച്ചു. ദൈവമഹത്വം കാണാൻ സാധിച്ചു. എങ്കിൽ അവർ അത്രയും പേര് അവിടെ കാത്തിരുന്ന ഭക്ഷണത്തിന് വേണ്ടി ആയിരുന്നില്ല. യേശു കർത്താവ് അപ്പം ഒരുക്കുന്നോ മീൻ ഒരുക്കുന്നോ ഒന്നും ആ ജനങ്ങൾ അറിഞ്ഞിട്ടല്ല അവർ അത്രയും നേരം ഇരുട്ടുന്നത് വരെ കർത്താവിന് വേണ്ടി അവിടെ കാത്തിരുന്നത്. അവര് കാത്തിരുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കേൾക്കാനാ. മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവറി വേർഡ് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നു. ഈ ജനങ്ങൾ കാത്തിരുന്ന ആ ഒരു കർത്താവിന്റെ വചനം കേൾക്കാൻ. എങ്കിൽ അവർ ആ കാത്തിരിപ്പിന്റെ അവസാനം, ദാറ്റ് ഫോക്കസിന്റെ അവസാനം അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയ അത്ഭുതം അവർക്ക് കാണാൻ പറ്റി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന, അത് കഴിഞ്ഞും നമ്മൾ കേട്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു അത്ഭുതം ലോകത്ത് നടന്നായിട്ട്. സോ ആ ഒരു വലിയ അത്ഭുതം വിറ്റ്നസ് ചെയ്യാൻ അവരുടെ ആ ക്ഷമ അവർക്ക് മുഖാന്തരം ഉണ്ടാക്കിയാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും പല സാഹചര്യം നമ്മൾ തോറ്റുപോകാൻ ചിന്തിക്കും. നമ്മളെല്ലാവരും ആദ്യം നമ്മുടെ ക്ഷമ കെട്ടുപോകും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങും. എന്നെയും കൂടെ ഉൾപ്പെടെ നമ്മളെല്ലാവരും നാച്ചുറലി നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസിയാണ്. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരുടെയും ടെൻഡൻസിയാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും, ഇത് നടക്കുന്നു മനസ്സിൽ എന്തെങ്കിലും അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ നമ്മളങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ദൈവമേ, ഇതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇങ്ങനെ കഷ്ടപ്പെടാനാണോ എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്? ഇങ്ങനെ ഇതിനു വേണ്ടിയാണോ ഈ ജോലിക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടിയില്ലല്ലോ? ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത്? എങ്കിൽ നമ്മൾ ആരും ഫ്രസ്ട്രേറ്റ് ആയി പോകും ആ സാഹചര്യം. പക്ഷെ ദൈവം നമ്മളെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് അത് ദൈവനാമ മഹത്വത്തിന് എത്ര സമയം വൈകിയാലും ഗോഡ്സ് ടൈം ഇസ് ദ ബെസ്റ്റ് ടൈം. ലാസറസ് സുഖമില്ലെന്ന് അറിഞ്ഞിട്ടും യേശു തമ്പുരാൻ അവനെ കാണാൻ പോയത് മരിച്ച 3-ാം ദിവസമാണ്. യേശു തമ്പുരാന് മരിക്കുന്നതിന് മുമ്പ് പോയി സൗഖ്യം കൊടുക്കായിരുന്നു. മാർത്തായും മറിയവും ചിന്തിച്ചു, ഇത്രയും വലിയ കൂട്ടുകാരനായിട്ട് തമ്പുരാൻ വന്നില്ലല്ലോ ഞങ്ങളുടെ ചേട്ടൻ വയ്യാതെ കിടന്നപ്പോ. പക്ഷെ ആ തമ്പുരാൻ അതിലും വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. മരിച്ച ലാസറസിനെ 4-ാം ദിവസം ആകുമ്പോൾ ശരീരം അഴുകി തുടങ്ങിയ ലാസറസിനെ എണ്ണീട്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റിയ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നത്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇവിടെ ആ ജനങ്ങൾ കാത്തിരുന്നു. നമ്മളും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കും. അത്ഭുതം നമ്മൾ കാണും. കർത്താവിന് ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ അറിയാം, 5 അപ്പവും 2 മീനും ഒരു ബാലന്റെ കയ്യിലുണ്ട്, അത് ശിഷ്യന്മാര് വാങ്ങിച്ചുകൊണ്ട് വരും, അത് ഞാൻ 5000 പേരെയും കൊണ്ട് പോഷിപ്പിക്കുന്നുള്ള തമ്പുരാൻ അറിയാമായിരുന്നു. അറിയാഞ്ഞിട്ടല്ല. ഇതെല്ലാം അറിഞ്ഞ് ശിഷ്യന്മാരുടെ വിശ്വാസവും ആ ബാലന്റെ വിശ്വാസവും ദൈവം അവിടെ കാണുമായിരുന്നു. ഹൗ ഇറ്റ് വിൽ വർക്ക് ഓൺ. അവരെയൊക്കെ ഉൾപ്പെടുത്തിയ വലിയ അത്ഭുതമാണ് നമ്മളവിടെ കാണുന്നത്. തമ്പുരാന്റെ വലിയ ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്.
നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുള്ള സർവ്വതും നമുക്കൊരു ബ്ലെസ്സിങ് ആയി മാറ്റാൻ സാധിക്കണം. വി ഷുഡ് ബി ഏബിൾ ടു കൺസിഡർ എവറിത്തിങ് വി ഹാവ് ആസ് ബ്ലെസ്സിങ്സ്. മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമാവണമെങ്കിൽ നാം തന്നെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ബോധ്യമാകണം. നമുക്ക് ഉള്ളതെല്ലാം ഒരു അനുഗ്രഹമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് ഈ 5 അപ്പവും 2 മീനും കിട്ടിയപ്പോ ഹി നെവർ റിഗ്രറ്റഡ്. കർത്താവ് പറഞ്ഞു, അയ്യോ 5 അപ്പേ ഉള്ളോ തോമസേ, 5 അപ്പേ ഉള്ളോ പത്രോസേ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഇത്രയും പേര് ഇരിക്കുന്നുണ്ടോ? ഹി നെവർ ക്വസ്റ്റ്യൻ. അത് ചോദിച്ചാൽ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ശിഷ്യന്മാർ പറഞ്ഞു, ഒരു ബാലനുണ്ട് കർത്താവെ, 5 അപ്പവും 2 മീനും, ഇങ്ങ് തായോ എന്നാ കർത്താവ് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞില്ല, അയ്യോ 5 ഉള്ളൂ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കിക്കോ, ഒരു 10 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാലോ എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. ആ 5 ഇങ്ങ് തരാനാ പറഞ്ഞത്. ആ 5 വാഴ്ത്തി 12 കൊട്ട അപ്പവും മീനും ഇനിയും ബാക്കി. അപ്പൊ നമ്മൾ അവിടെ കാണുന്നത്, ആ കർത്താവ് എന്ത് ചെറുതിനെയും അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നത്. ഹി നെവർ ഹോപ്പ് ഫോർ ബിഗ്. എവറി സ്മോൾ തിങ് ഇസ് എ ബ്ലെസ്സിങ് ഫ്രം ഗോഡ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടതാണ് ഫേസ്ബുക്കിൽ. ഒരു ഒരു ബെൻസ് കാറുള്ള ആള്, ഒരു സാധാ ഒരു ഇതുള്ള ആൾ ഒരു ബെൻസ് കാർ കണ്ടു പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതുപോലൊരു ബെൻസ് ഉണ്ടെന്നാൽ എന്റെ വണ്ടി എന്ത് വണ്ടിയാ, ഞെക്കിയാലും ഓൺ ആവത്തില്ല, തട്ടിയാലും ഓൺ ആവത്തില്ല, എത്ര നേരം സ്റ്റാർട്ട്, ആ വണ്ടി എന്ത് നല്ല വണ്ടിയാ, ബെൻസ് എസ് ക്ലാസ്, എന്ത് ലുക്കാന്ന് ചിന്തിച്ചു. അതേസമയം ബസ്സിൽ പോകുന്ന ഒരാൾ ഈ ചെറിയ കാർ ഒരാളെ നോക്കി പറഞ്ഞു, ദൈവമേ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ബസ് കാശ് ലാഭിക്കുക, ബസ്സിന്റെ പുറകെ ഓടുന്ന പരിപാടി നിർത്തായിരുന്നു, നിന്നും തൂങ്ങി പിടിച്ചു എത്ര നാളാ ഇങ്ങനെ ജോലിക്ക് പോകുന്നത്. അതേസമയം സൈക്കിൾ ഓടിക്കുന്ന ഒരാള് ബസ്സിൽ പോകുന്ന ആളെ കണ്ടിട്ട് പറഞ്ഞു, ദൈവമേ ബസ്സിന് കൊടുക്കാൻ കാശുണ്ട്, എന്ത് നല്ല, ഈ സൈക്കിൾ ചവിട്ടി ചവിട്ടി ഞാനൊരു വഴിയാകത്തില്ലല്ലോ എന്ന് പുള്ളി ഇങ്ങനെ ചിന്തിച്ചു. അതേസമയത്ത് ഈ സൈക്കിൾ ഓടിക്കുന്ന ആളെ കണ്ട് നടന്നു പോകുന്ന ഒരാളുണ്ട്, ദൈവമേ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ നടന്നു പോവായിരുന്നു, സൈക്കിളിൽ അങ്ങ് പോവായിരുന്നു, ഈ നടന്ന് 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 എന്റെ മുട്ട് തേഞ്ഞു. അതേസമയം വീൽ ചെയർ എന്ന ആൾ ചിന്തിച്ചു, ദൈവമേ എനിക്ക് നടക്കാൻ കാല് തന്നിരുന്നെങ്കിൽ എനിക്ക് നടക്കായിരുന്നല്ലോ കർത്താവേ, വീൽ ചെയറിൽ കിടന്ന് ഉരുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളിയുടെ 2 കാല് നഷ്ടപ്പെട്ടതാ. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്, ബെൻസ് കാല് തൊട്ട് കാല് ഇല്ലാത്ത ഒരാൾ വരെ നമ്മൾ എത്തി. നമ്മൾ കാണുന്നത്, നമുക്ക് നിസ്സാരം ചിന്തിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് അത് വലിയ കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അത് വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മൾ അത് ബ്ലെസ്സിങ് ആയിട്ട് കാണാതെ ഒരിക്കലും നമുക്ക് മറ്റൊരാൾക്ക് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു നിസ്സാര കാര്യം, ഇപ്പൊ നമ്മുടെ ഒരു 10 രൂപയെ കാണുള്ളൂ, ആ 10 രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പള്ളിയിൽ നമുക്ക് ചിലപ്പോൾ കേക്കും കാര്യം നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും, സെയിലിലും അല്ലാതെ നമ്മൾ ക്രിസ്മസിന് കേക്കും കിട്ടും. അതേസമയത്ത് പുറത്തിറങ്ങി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുറത്ത് നമ്മുടെ കാർ പാർക്കിങ്ങിൽ നിന്ന് കൈ കാണിക്കുന്ന ആളുകളുണ്ട് പാർക്കിങ്ങിന്. അവർക്ക് ജസ്റ്റ് ഒരു സ്ലൈസ് കേക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നിസ്സാര ഒരു പീസ് കേക്ക് നമുക്ക് വെറുതെ കിട്ടിയ കേക്കാ, പള്ളി കിട്ടി, നമ്മൾ ഒന്ന് കഴിച്ചു, ഒന്ന് എന്റെ കയ്യിലും ഉണ്ട്. പക്ഷെ ആ കേക്ക് എടുത്ത് അവരുടെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നിസ്സാര കാര്യം, പക്ഷെ അവരുടെ ഒരു 5 മിനിറ്റിന് സന്തോഷമാണ്. നമ്മൾ കാണുന്ന വലിയ കാര്യം, സംതിങ് വെരി സ്മോൾ ഫോർ യു, പക്ഷെ മറ്റേ ആൾക്ക് ഭയങ്കര സന്തോഷം. ചിലപ്പോൾ നിസ്സാര ചിരിയായിരിക്കും, ഗുഡ് മോർണിംഗ് എന്നാ ഉണ്ട് വിശേഷം, അത് തന്നെ ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമാവണം, ആദ്യം നാം തന്നെ ഒരു അനുഗ്രഹമായി മാറണം. നമ്മുടെ ജീവിത സാഹചര്യം എന്തും ആയിക്കോട്ടെ, എനിക്ക് ഒരു കാറ് കിട്ടിയാലേ ഞാൻ അനുഗ്രഹമായി മാറുള്ളൂ, അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയാലേ അനുഗ്രഹമാവുള്ളൂ, അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് കിട്ടിയാലേ, ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അതൊരു അനുഗ്രഹം തന്നെയാ. കർത്താവ് അനുഗ്രഹം ചെയ്ത തുറന്ന സ്ഥലമായ പുല്ലില്ല 5 അപ്പവും 2 മീനും വെച്ച കർത്താവ് 5000 പേർക്ക് അനുഗ്രഹമായത്. ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തോ ബുഫേ സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. കിട്ടിയ 5 അപ്പവും 2 മീനും, വറുത്ത മീനാണോ ഒന്നും നമുക്കറിയത്തില്ല, 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ഒരു ബാലൻ. ബാലന്റെ ആവുമ്പോ പറയാനും ഇല്ലല്ലോ, കൊച്ചു 2 മീനായിരിക്കും. പക്ഷെ അത്രയും കർത്താവ് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി എന്നുള്ളത് നമ്മളവിടെ കാണുന്നത്. സോ ആദ്യം നാം തന്നെ ഒരു ബ്ലെസ്സിങ് ആയി മാറണം. നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും അവരോട് നമ്മൾ പറയുന്നത്. എടാ ഇങ്ങനെ സംഭവിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു, ഈ പ്രാവശ്യം നല്ലായിരുന്നു കേട്ടോ, ദൈവം അനുഗ്രഹിച്ചു, ഞാൻ ഇതാ ആഗ്രഹിച്ചു, ദൈവം ഇത്രയും തന്നു എനിക്ക്. ചെറിയ കാര്യങ്ങൾ നമ്മൾ അവരോട് പോസിറ്റീവായിട്ട് പറയുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയും. അതൊരു പോസിറ്റിവിറ്റിയാണ്, അതൊരു അനുഗ്രഹം അവർക്ക്. രണ്ടാമത്, ദൈവം നമുക്ക് തന്ന എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. ഒരിക്കലും ഡോണ്ട് ലുക്ക് അറ്റ് ദ ബിഗ് തിങ്സ്. ചെറിയ തിങ്സ് നോക്കി നമ്മൾ നന്ദി പറയുമ്പോൾ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നിന്നെ കാര്യത്തിൽ നിന്നെ നിരവാദിയാക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. നമ്മൾ വലിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ വലിയ കാര്യങ്ങൾ പരിമേൽപ്പിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ച് ചെയ്യുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. രണ്ടാം കാര്യം, നമ്മുടെ ബ്ലെസ്സിങ്സ് മറ്റുള്ളവർ പടർത്താൻ സാധിക്കണം. എനിക്ക് ദൈവം
ആവശ്യത്തിൽ സമ്പത്ത് തന്നിട്ടുണ്ടാവും. എനിക്ക് ദൈവം ആവശ്യത്തിന് കഴിവുകൾ തന്നിട്ടുണ്ടാവും. പലർക്കും ദൈവം ആവശ്യത്തിൽ കാറ് തന്നിട്ടുണ്ടാവും, വീട്, ജോലി, ചിലപ്പോൾ സ്വന്തം ഒരു കമ്പനി ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? എന്റെ കുടുംബത്തിന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് 2 പേനയുണ്ടെങ്കിൽ ഒരു പേന മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ടോ? എനിക്കൊരു 5 ഷർട്ട് ഞാൻ വാങ്ങിച്ചാൽ എന്റെ പഴയ 5 ഷർട്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നതായിട്ട് ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണത്. ആം ഐ ഏബിൾ ടു ഷെയർ മൈ ബ്ലെസ്സിങ്? നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സാക്ഷ്യം പറയും, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യം അനുഭവം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു ബ്ലെസ്സിങ് ആവണം മറ്റുള്ളവരുടെ ലൈഫിൽ. നമ്മളുടെ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ ദൈവത്തോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇതൊന്നും ഞാൻ കാരണമല്ല, ജോലി ഞാൻ കാരണമല്ല, എന്റെ ശമ്പളം ഞാൻ കാരണമല്ല, എന്റെ കുടുംബം ഉണ്ടായത് ഞാൻ കാരണമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച കുടുംബമാണ്, നാം ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ച ജീവിതമാണ്. ഇതൊന്നും നമുക്ക് അവകാശപ്പെട്ടല്ല. ദൈവത്തോട് അക്കൗണ്ടബിൾ ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാര്യങ്ങളാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സാക്ഷ്യമല്ലേ നമുക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തന്നെ. നമ്മൾ ആ തലേദിവസം ആ ചെയിൻ പ്രെയർ നടന്നപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ട് തംസപ്പെട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ആ ഓരോ പ്രാർത്ഥന നമ്മൾ ദൈവത്തിങ്കിൽ നമ്മുടെ ഹാർവസ്റ്റ് നമ്മൾ പരിമേപ്പിച്ചപ്പോ ഏറ്റവും അനുഗ്രഹമായി തമ്പുരാൻ തീർത്തില്ലേ? അത് നമ്മള് പ്രയർ ഗ്രൂപ്പ് ചെയ്തതിന്റെയോ അല്ലെ മറ്റ് പള്ളി ചെയ്യുന്നതിനോ ഒന്നും ബെനിഫിറ്റ് അല്ലേ, തമ്പുരാൻ പ്രവർത്തിച്ചത് അവിടെ. നമ്മൾ നമ്മുടെ എല്ലാ അധ്വാനവും ദൈവത്തിങ്കിൽ പരമേച്ചു പോകും. അവിടെ അത്ഭുതം നമ്മൾ കണ്ടു. വിചാരിച്ചതിലും ഭംഗിയായിട്ട് ദൈവം എല്ലാം നടത്തി തന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പ് നമ്മൾ വിളിച്ച തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. എങ്കിൽ ഈ തമ്പുരാന്റെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല, നമ്മൾ എത്ര വർഷം ഈ ഭൂമി ജീവിക്കും നമുക്കറിയില്ല. 20 വർഷം, 50 വർഷം, 40 വർഷം നമുക്കറിയില്ല. ആ ഭൂമിയിൽ ജീവിച്ച അത്രയും വർഷം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി നമ്മളെ ഓർക്കുവോ മറ്റുള്ളവരെ നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഹ്യൂമൻ ബീങ്സ് എന്ന ലൈഫിന് നമ്മൾ ജസ്റ്റിസ് ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് കടപ്പെട്ടവരായിരിക്കണം. ഈ അനുഗ്രഹങ്ങൾ അനേകർക്ക്, നമ്മളെ ചുറ്റിപ്പറ്റി ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ പരിചയമില്ലാത്ത ഒരാളായിരിക്കും, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഒരു നിമിഷം ഈ നമ്മൾ വചനത്താൽ കേട്ട കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. എന്നെയും എനിക്കുള്ളതൊക്കെ നിൻ കയ്യിൽ തരുന്നിതാ ഞാൻ. നിൻ തിരുമഹത്വത്തിനായി ജീവിപ്പാൻ കൃപയരുൾക. നിൻ തിരുമഹത്വത്തിനായി ജീവിപ്പാൻ കൃപയരുൾക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലും